റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഉസീഖും ബിനഫ്സി അവ്വലൻ ബിത്തഖ്വല്ലാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ ഇബാദത്തുകളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക്, നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. റമദാനിന്റെ പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി ബാക്കി നോമ്പുകൾ കടന്നു പോകുന്നത് നാം പോലും അറിയാതെ ആയിരിക്കും. ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് സമയം കുറവാണ്, അള്ളാഹു എന്റെ ജീവിതത്തിൽ നൽകുന്ന അവസാന റമദാൻ ഇതായേക്കാം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഫസ്തബിഖുൽ ഖൈറാത്ത്, നമ്മൾ നന്മകളില് മാക്സിമം നമ്മളെ കൊണ്ട് പരമാവധി ഇബാദത്തുകളിൽ നമ്മൾ സജീവമാകേണ്ട റമദാനിന്റെ അവസാന നിമിഷങ്ങൾ ആ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനുള്ള ആയുസ്സും ആരോഗ്യവും റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ, തൗഹീദിന്റെ പേരിൽ നടന്ന വിസ്മരിക്കാൻ സാധ്യമാകാത്ത യുദ്ധമാണ് ഉസ്വത്തു ബദർ, ബദർ യുദ്ധം എന്നുള്ളത്. ഹിജ്റ 2-ാം വർഷം വിശുദ്ധ റമദാനിൽ, കൃത്യമായി പറഞ്ഞാൽ റമദാൻ 17, നമുക്ക് നാളെയാണ്. ആ റമദാൻ 17-നാണ് ബദർ യുദ്ധം സംഭവിച്ചത്. ആ ബദർ നടന്ന റമദാൻ 17 എന്ന ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അൻഫാലിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം, അതായത് സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസം. അന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ അടിച്ചമർത്തപ്പെടുകയും തൗഹീദ് വിജയിക്കുകയും ചരിത്രത്തിൽ ഒരു മുസ്ലിമിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ദിവസമാണ് റമദാൻ 17 എന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദറിലൂടെ ഒരു മുസ്ലിം ഉൾക്കൊള്ളേണ്ട ഗുണപാഠങ്ങൾ, അതല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്നത്, അവിടെ മുസ്ലിങ്ങളുടെ വിജയം അവരുടെ സൈന്യത്തിന്റെ വിപുലത കൊണ്ടോ ആയുധത്തിന്റെ ശക്തി കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ആദർശത്തിന്റെ മഹിമ കൊണ്ടും ആ ആദർശം റബ്ബിൽ നിന്നായത് കൊണ്ടും അള്ളാഹുവിന്റെ മഹത്തായ സഹായം കൊണ്ടും മാത്രമാണ് ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചത്. ഈ വിശുദ്ധ റമദാനിലെ റമദാൻ 17 എന്ന ദിവസം നമ്മിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് ചില ചിന്തകൾ കടന്നു വരേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന കലിമത്തു തൗഹീദ്. നോക്കൂ, ആ ബദറിന്റെ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനും അതുപോലെ തന്നെ അബൂജഹലും പ്രാർത്ഥിച്ച 2 പ്രാർത്ഥനകൾ രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ട് കൂട്ടരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ എന്തിനാണ് അവിടെ യുദ്ധം നടന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരു കക്ഷം കാണുമാറ് ആകാശ ലോകത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. എന്താ?
اللهم إن تهلك هذه العصابة من أهل الإسلام لا تعبد في الأرض أبدا. അള്ളാഹുവേ, ഈ ദീന് മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ചെറിയ സമൂഹത്തെ എങ്ങാനും, ഞാനും സ്വഹാബത്തും അടങ്ങുന്ന ഈ ചെറിയ സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ, ഇൻ തുഹ്ലിക് ആദിൽ ഉസാബ, ഈ ബദർ യുദ്ധത്തിലൂടെ അതല്ലെങ്കിൽ ഈ യുദ്ധത്തിലൂടെ ഞങ്ങളെ നശിപ്പിച്ചാലുണ്ടല്ലോ, ലാ തുഅബദു ഫിൽ അർളി അബദാ, ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരും ഉണ്ടാകില്ല റബ്ബേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് നോക്കൂ നിങ്ങൾ. ഈ തൗഹീദിന്റെ കൊച്ചു പട്ടാളത്തെ എങ്ങാനും അള്ളാഹുവെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ, നിന്നെ ആരാധിക്കാൻ, നിന്നോട് പ്രാർത്ഥിക്കാൻ, നിനക്ക് നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, നിന്റെ ഏകത്വം പ്രഖ്യാപിക്കാൻ ഒരാളും ഈ ഭൂലോകത്ത് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അപ്പുറത്ത് നിന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോടാണ്. اللهم إن كان هذا هو الحق من عندك, ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ റബ്ബേ, ഈ മുഹമ്മദ് കൊണ്ടുവന്ന ആദർശം ശരിയാണെങ്കിൽ, فأمطر علينا حجارة من السماء, ആകാശത്ത് നിന്ന് കല്ലുമഴ വർഷിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കണേ. അവ ഇത്നാ ബിഅദാബിൻ അലീം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ നീ നൽകണേ. അബൂജഹലും പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. അതാ നേരത്തെ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്, അബൂജഹൽ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട്. പിന്നെ എന്തിനായിരുന്നു ആ യുദ്ധം നടന്നത് എന്നുള്ളതിന്റെ ആ ഒരു കാമ്പ് നമ്മൾ മനസ്സിലാക്കണം. ആ വിഷയം മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും അതല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ശിർക്കിൽ അകപ്പെട്ടു പോയത്. ആ കാമ്പ് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് തൗഹീദ് കിട്ടും. പിന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി അറിയുന്നവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ. വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضِ وَسَخَّرَ الشَّمْسَ وَالْقَمَرَ, മക്കാ മുശ്രിക്കുകളോട് ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ, അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അവര് പറയും അല്ലാഹുവാണ്. ആ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവിടെ നിന്ന് പെയ്തിറങ്ങിയ മഴ മുഖേന ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവന മാർഗം റിസ്ക് നൽകുന്നത് ആരാണെന്ന് ചോദ്യം അവരോട് ചോദിച്ചാൽ അവര് പറയും അല്ലാഹുവാണ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, കാഴ്ചയും കേൾവിയും ആരാണ് നിയന്ത്രിക്കുന്നത്? അല്ലാഹുവാണെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ആ വിശ്വാസവും അല്ലാഹുവാണെന്ന് അവർക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്കാണ് ആ വിശ്വാസം പോലും നഷ്ടപ്പെട്ടത്. മക്കാ മുശ്രിക്കുകൾക്ക് അല്ലാഹു റബ്ബാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാമ്പ് ഇവിടെയാ. പക്ഷേ ഇന്ന് CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്, മുദബ്ബിറുൽ ആലം എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ വിശ്വാസം എവിടെ എത്തി? മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ആ സിഫത്ത് റബ്ബിന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊരാൾക്ക് വെച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ വെച്ചു കൊടുത്ത ആളുകളാണ് നമ്മുടെ സഹോദരന്മാരായിട്ടുള്ളത്, അയൽവാസികളായിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. നോക്കൂ, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ട ആളുകൾ. ഫഇദാ റകിബൂ ഫിൽ ഫുൽഖ്, അവര് കപ്പലിൽ പ്രവേശിക്കുന്ന സമയത്ത്, സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിങ്കലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ആളുകളായിരുന്നു.
ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, ആ പ്രാർത്ഥന മുഖേന അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ വഇദാ ഹും യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരായി മാറും. കപ്പലിൽ പ്രയാസപ്പെട്ട് സമുദ്രത്തിൽ കുടുങ്ങിയ സമയത്തും അവർ അല്ലാഹുവിനെ വിളിച്ചു. രക്ഷപ്പെടുത്തിയാലോ വീണ്ടും അല്ലാഹുവിൽ പങ്കു ചേർത്തു. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. അധികം ആളുകളും റബ്ബിൽ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്, അവര് കഅബ തവാഫ് ചെയ്ത ആളുകളായിരുന്നു. അറിയോ, തൽബിയത്ത് ചൊല്ലിയ ആളുകളായിരുന്നു. പക്ഷെ അവരുടെ തൽബിയത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ഇബ്നു കസീർ പറയാ, ഇന്നൽ മുശ്രികീന കാനൂ യഖൂലൂന ഫീ തൽബിയതിഹിം, അവര് തൽബിയത്ത് ചൊല്ലുന്ന സമയത്ത് പറയാറുണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയതെന്ന്. തൗഹീദിന്റെ അടിത്തറ നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ നിനക്കുണ്ട് റബ്ബേ. ഹുവലക, അവൻ നിനക്കുള്ളതാണ്. തംലികുഹു വമാ മലക, അവരുടെ കഴിവുകൾ നീ ഉടമപ്പെടുത്തിയതാണ്. നീ കൊടുത്ത കഴിവിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ അവരോട് സഹായം ചോദിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് പറയുന്ന അതേ ആശയം. ഞങ്ങള് അള്ളാഹുവിനോട് ഞങ്ങൾ ചെയ്യുന്നത് അള്ളാഹു മഹാന്മാർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനെ ഞങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്, ബദരീങ്ങൾ വിളിക്കുന്നത്, മമ്പുറന്തങ്ങൾ വിളിക്കുന്നത്, മരണപ്പെട്ടു പോയ ആളുകളൊക്കെ വിളിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ്. അത് ശിർക്കല്ല എന്നാണ് മക്കാ മുശ്രിക്കുകളും പറഞ്ഞത്, ഇവരും പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ കഅബയിൽ പ്രതിഷ്ഠിച്ച ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ബിംബങ്ങളൊക്കെ ആരാധിച്ചത് അതിന്റെ പേരിലാണ്. മാത്രമല്ല രണ്ട് കാരണങ്ങളും കൂടെ അവര് പറയുന്നുണ്ട്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിങ്കിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് ഈ മഹാന്മാരോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഒരു ശുപാർശ പറയുന്നതാണ്. അതേ വർത്തമാനം നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും. ഈ മുഹീദ്ദീൻ ശൈഖ് അവരോട് നമ്മൾ സഹായം ചോദിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ശുപാർശകനായി വരും. നേരിട്ട് അള്ളാഹുവിങ്കിലേക്ക് ചോദിക്കേണ്ടതിന് പകരം അള്ളാഹുവിന്റെ അടുപ്പമുള്ള അള്ളാഹുവിന്റെ വലിയകളോടൊക്കെ ചോദിച്ച പെട്ടെന്ന് കാര്യങ്ങൾ നടക്കൂലേ? നോക്കൂ, നിങ്ങൾ നേരിട്ട് പ്രധാനമന്ത്രിയോട് ഒരു കാര്യം നമുക്ക് പറയാൻ സാധ്യമല്ലായിരിക്കും. ഇപ്പൊ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രസിഡന്റും അതല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഒക്കെ നമ്മൾ കണ്ട് അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ഇടപെട്ട് അങ്ങനെ നമ്മൾ പോകാറുണ്ട്. ആ രൂപത്തിലാണ് ഇവർ ഉദാഹരണം വെക്കാറുള്ളത്. മക്കാ മുശ്രിക്കുകൾക്ക് എന്ത് വിശ്വാസമാണ് ഉണ്ടായിരുന്നത്, ആ വിശ്വാസം ഇന്നും നിലനിൽക്കുന്നുണ്ട് സഹോദരങ്ങളെ. അവിടെയാണ് ഈ തൗഹീദിന്റെ അടിത്തറ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അവനുണ്ടായിരിക്കെ അവനൊരു സമന്മാരെ വെക്കാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല. അവിടെ നമ്മൾ അള്ളാഹുവിന് സമന്മാരെ വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്. ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചപ്പോ അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരാൻ പാടില്ല. അതാണ് സഹോദരങ്ങൾ, ആ തൗഹീദിന്റെ പ്രഖ്യാപനമാണ് റമദാൻ 17 ബദറിന്റെ ദിവസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ് ആ യുദ്ധം സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ആ തൗഹീദിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാ ശരീകൻ വലക തംലികുഹു വമാ മലക, നീ കൊടുത്ത കഴിവിൽ നിന്നാണ് റബ്ബേ ചോദിക്കുന്നത് എന്ന വാദമായിരുന്നു അവർ ഉയർത്തിയിരുന്നത്. ഇനി സഹോദരങ്ങളെ, അവിടെ മുസ്ലിങ്ങൾ ചെയ്ത തവക്കുലുണ്ടല്ലോ,
ആ തവക്കുല് നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും നമ്മൾ രക്ഷിക്കും. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് നമുക്ക് പറയാനും പ്രവർത്തിക്കാനും സാധ്യമാകണം. മാത്രമല്ല ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ റബ്ബിനെ സഹായിച്ചാൽ റബ്ബ് നിങ്ങളെ സഹായിക്കും. അതെങ്ങനെ? അള്ളാഹുവിന്റെ ദീന് തൗഹീദ് നമ്മൾ പ്രബോധനം ചെയ്താൽ, കളങ്കമില്ലാത്ത ആദർശമാണ് നമ്മൾ സ്വീകരിച്ചത്, അത് പ്രബോധനം ചെയ്തത് എങ്കിൽ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നമ്മെ അള്ളാഹു സഹായിക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അള്ളാഹുവിന് പണം കൊടുത്ത് സഹായിക്കാനല്ല പറഞ്ഞത്. അള്ളാഹനെ നിങ്ങൾ അവന്റെ തൗഹീദ് പ്രഖ്യാപനത്തിലൂടെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. ബദറിൽ സഹായിച്ചില്ലേ? മുസ്ലിങ്ങൾ 300 ചില്ലാനം ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ, ശത്രുക്കൾ 1000-ൽ പരം ആളുകളുണ്ട്. ഇന്ന് ഇവിടെ വെച്ചൊരു യുദ്ധം നടക്കുക, 1000 ശത്രുക്കളുണ്ട്, മുസ്ലിങ്ങൾ 300 പേരേ ഉള്ളൂ, 313 പേരേ ഉള്ളൂ. ആൾബലം കണ്ട് നമ്മൾ വിചാരിക്കും 1000 പേരാണ് വിജയിക്കുക, അങ്ങനെ തന്നെ ഒരാൾ വിലയിരുത്തുള്ളൂ, വാല്യൂ ചെയ്യുള്ളൂ. പക്ഷേ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജയിച്ചത്? അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന കൊണ്ട്. തൗഹീദാണ് അവിടെ ആ വിജയത്തിന്റെ കാരണമെന്ന് പറയുന്നത്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അവരുടെ പ്രാർത്ഥനക്കും തവക്കുലിനും സമ്മാനമായി അള്ളാഹു തുടരെ മലക്കുകളെ യുദ്ധഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് സഹായിച്ചു. കുളിർമയാർന്ന മഴ അള്ളാഹു സമ്മാനിച്ചു. സമാധാനത്തോടെയുള്ള ഉറക്കം നൽകി. ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു ഭയം കോരിയിട്ടു. ഏത് പ്രതിസന്ധിയിലും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവന്റെ സംരക്ഷണവും സഹായവും ഉണ്ടാകുമെന്നതാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം. അതാണ് ആ ദിവസത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് റമദാൻ 17 എന്ന് പറയുന്ന ദിവസം കടന്നു വരുമ്പോ ഈ പാഠം ഉൾക്കൊള്ളേണ്ടതിന് പകരം ബദരീങ്ങളുടെ പേരുകൾ കെട്ടിത്തൂക്കിക്കൊണ്ട് അതിൽ തവക്കുൽ ചെയ്യുന്നുണ്ട്. ചില വീടുകളിൽ നിങ്ങൾ പോയി നോക്കൂ, ബദർ ശുഹദാക്കളുടെ പേരുകൾ കെട്ടിത്തൂക്കിയത് സ്വന്തം ബിസിനസ് നടത്തുന്ന കടയിൽ കാണാം, വീട്ടിൽ കാണാം. അതിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളെ ആ വിശ്വാസം എവിടെ എത്തി? ആ തൗഹീദ് പ്രഖ്യാപിക്കേണ്ടതിന് പകരം ബദരീങ്ങളെ പ്രാർത്ഥിക്കുന്ന, ബദരീങ്ങളോട് സഹായം തേടുന്ന, നമ്മൾ ചില ആളുകൾ കണ്ടാറില്ല, വികാനൊക്കെ പോകുന്ന സമയത്ത് ബദരീങ്ങളെ കാക്കണേ, മമ്പ്രന്തങ്ങളെ രക്ഷിക്കണേ, അവരുടെ വായിൽ നിന്ന് പോലും വരുന്നത് ബദരീങ്ങളെ എന്ന് വിളിയ. ആ രൂപത്തിലേക്ക് ജനങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ആളുകൾ ശിർക്കില് അകപ്പെട്ടിട്ടുണ്ട്. ഈ റമദാനിൽ വരെ ബദർമാലകൾ പാടുന്ന സംവിധാനം, ശിർക്കൻ വരികളടങ്ങുന്ന ബദർമാലകൾ അവര് പാടുകയാണ്. നിങ്ങൾ നോക്കൂ, ബദരീങ്ങളുടെ പേരിൽ നേർച്ച വഴിപാട് നടത്തുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് നമ്മൾ നേർച്ച നടത്താൻ പാടില്ല. എന്നിട്ട് റമദാൻ 17 ബദരീങ്ങളുടെ പേരിൽ ഉരുവിനെ അറുക്കുന്നു, അതിന്റെ മാംസം വിതരണം ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു. നോക്കൂ, 16 നോമ്പ്, ഒരു ദിവസത്തെ നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാനുള്ള പ്രയാസം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത്താഴം കഴിഞ്ഞ് സുബഹി നമസ്കാരം കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ആവണമെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഇബാദത്തുകള് അതൊക്കെ അനുഷ്ഠിച്ച് മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം ആരോടും പറയണ്ട, നമുക്കൊക്കെ അറിയാം. ആ 16 നോമ്പും 17ാമത്തെ നോമ്പിന് പോയി ബാത്തിലാക്കുക. നോക്കൂ, ആ നേർച്ച ബദരീങ്ങളുടെ പേരിൽ ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ചെയ്ത ഒരു ഉരുവിനെ അറുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർത്തു. നിന്റെ പ്രവർത്തനങ്ങളെല്ലാം ബാത്തിലായി പോകും. എത്ര തറാവീഹ് നമസ്കരിച്ചാലും, എത്ര ഖത്മ തീർത്താലും, എത്ര ആയത്ത് മനഃപ്പാഠമാക്കിയാലും, എത്ര നോമ്പ് അനുഷ്ഠിച്ചാലും റസൂലിനോട് അള്ളാഹ് പറയാം, റസൂലിനോട് പറയുന്നുട്ടോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നിന്റെ അമല് പൊളിഞ്ഞു ഊട്ടോന്ന്. ശിർക്ക് ചെയ്യാത്ത, ശിർക്ക് വരാത്ത റസൂലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമല് പൊളിയാതെ നമ്മൾ കാത്ത് സൂക്ഷിക്കണം. അപ്പൊ ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളിൽ നമ്മൾ അകപ്പെടാൻ പാടില്ല. അകപ്പെട്ടു പോയ ആളുകളെ നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തണം. അപ്പോ ഈ ഒരു സന്ദേശമാണ് ബദർ എന്ന് പറയുന്ന ദിവസത്തിലൂടെ, ആ ഒരു ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ആ തൗഹീദിന്റെ പ്രഖ്യാപനം നമ്മൾ വീണ്ടും വീണ്ടും പുതുക്കണം. കാരണം കൂരിരുട്ടുള്ള കറുത്ത രാത്രിയിലൂടെ, കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പ് അരിച്ചു വരുന്നത് എത്ര ലാഘവത്തോടു കൂടിയിട്ടാണോ, അതുപോലെ ശിർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മളറിയില്ല. അപ്പൊ തൗഹീദ് നമ്മൾ ഊട്ടിയുറപ്പിക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക, ശിർക്കിനെതിരെ നമ്മൾ പോരാടുക. ആ തൗഹീദ് നിങ്ങൾ പ്രബോധനം ചെയ്താൽ യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ എല്ലാ ഘട്ടങ്ങളിലും സഹായിക്കും. ജീവിതത്തിൽ മുവഹിദായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ബദറിന്റെ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ സാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് നമ്മൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാനത്തെ 10നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ജുമഅക്ക് നമുക്കത് പറയാൻ പറ്റൂല. അവസാനത്തെ 10 മുന്നേ തുടങ്ങും. നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ട സാബിഖൂ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്കൊക്കെ നമ്മൾ അടുക്കേണ്ട, മത്സരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റൊരു ദിവസത്തിലും ഇല്ലാത്ത അത്രയും കഠിന പരിശ്രമം അള്ളാഹുവിന്റെ റസൂല് അവസാനത്തെ 10 നടത്താറുണ്ട്. അവസാനത്തെ 10 ബാക്കിയുള്ള ദിവസത്തെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ റസൂല് ഇബാദത്ത് ചെയ്യാറുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ദഖലൽ അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 കടന്നു വന്നാൽ പ്രവാചകനെ അരയുടുപ്പ് മുറുക്കിയെടുക്കും. ഭാര്യമാരിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അതായത് ഉന്മേഷത്തോടു കൂടി നിൽക്കും. ആ രാത്രിയെ സജീവമാക്കും. കുടുംബത്തെ ഉണർത്തും. നമ്മൾ മാത്രമല്ല സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. കാരണം എന്താ? അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അപ്പോ കുടുംബക്കാരെ ഉണർത്തുകയും രാത്രിയെ സജീവമാക്കുകയും അള്ളാഹുവിന്റെ റസൂല് അവസാനത്തെ 10 ചെയ്തിരുന്നു. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താ? നമ്മളെ വിഷയം മുന്നേ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമായ സഹോദരങ്ങളെ ദിവസമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ആദ്യം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ലൗഹുൽ മഹ്ഫൂദിലേക്കാണ്, ദിവ്യരേഖയിലേക്ക്. ലൗഹുൽ മഹ്ഫൂദ് സംരക്ഷിക്കപ്പെട്ട ഒരു ഏടുണ്ട്. ആ ഏടിൽ നിന്ന് ബൈത്തുൽ ഇസ്സ, ഒന്നാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കാൻ പോകുന്ന രാത്രിയിൽ അള്ളാഹു ഖുർആനിനെ മുഴുവനായി ഇറക്കിയെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നാണ് ലൈലത്തുൽ ഖദറിന്റെ ദിവസം ഖുർആനിനെ പരിപൂർണമായി അള്ളാഹു ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്നോ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നമുക്കറിയാം, മിറാ ഗുഹയിൽ വെച്ച് ഖറ ബിസ്മി റബ്ബിക്കല്ലദീ, ആ ആയത്ത് ഇങ്ങനെ ഓതി. അവിടെ നിന്നാണ് ആദ്യ വഹീന്റെ ആരംഭം. 23 വർഷം പ്രവാചകന്റെ നബൂവത്തിന്റെ 23 വർഷക്കാലത്തിനുള്ളിൽ മക്കയിലും മദീനയുമായി ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അങ്ങനെ കുറച്ച് ഇങ്ങനെ അവതരിപ്പിച്ചു. അതാണ് ഖുർആനിന്റെ അവതരണം. ആ രാവിനെ പ്രതീക്ഷിക്കേണ്ട ദിനരാത്രങ്ങൾ ആ സഹോദരൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ആ ഖുർആനിനെ നാം നിർണയത്തിന്റെ രാത്രിയിലാണ് അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാത്രി എന്നാൽ പ്രവാചകരെ താങ്കൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, രക്ഷിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ മലായികത്തുകൾ ഇറങ്ങുന്നതാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ അത് സമാധാനമാണ്.
1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാ വിശുദ്ധ ഖുർആൻ അവതീർണമായത്. സഹോദരങ്ങളെ, നമ്മൾ ആ രാത്രിയെ പ്രതീക്ഷിച്ച് തന്നെ അമല് ചെയ്യണം. കാരണം എന്താണെന്നറിയോ? 1000 മാസം എന്ന് പറയുമ്പോൾ ആ ഒരു രാവിൽ നമ്മൾ തറാവീഹ് നമസ്കരിച്ചാൽ, ആ രാവിൽ നമ്മൾ അന്ന് നോമ്പനുഷ്ഠിച്ചാൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ, ദിക്ർ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചാൽ, അൽഫ് ഷഹർ 1000 മാസം എന്ന് പറഞ്ഞത് 83 വർഷം നമ്മൾ അമല് ചെയ്ത ആളെ പോലെയാ. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ആ ദിവസമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അത് ഏത് ദിവസമാണെന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ആ ദിവസം മാത്രം ആളുകൾ ഇബാദത്തിന് ചടഞ്ഞുകൂടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് 27-നാണ്, 27-ാം രാവിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ചില വിഭാഗം ആളുകളുണ്ട്. അത് ശരിയല്ല. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും കൂടുതൽ ഇബാദത്ത് ചെയ്യാതെ അന്ന് മാത്രം ദിക്ർ ഹൽക്കകളും സ്വലാത്തുകളും മജ്ലിസുകളും ഒക്കെ സംഘടിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ പ്രതീക്ഷിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവസം ഏതാണെന്ന് അറിയിച്ചു കൊടുത്തിരുന്നു. അത് പറയാൻ സഹാബത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോ 2 ആളുകൾ വഴിയിൽ ഇങ്ങനെ കച്ചറ കൂടുന്നുണ്ട്. പ്രവാചകൻ അതിൽ സുൽഹുണ്ടാക്കി, പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു. അപ്പോത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ. അത് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല സഹാബത്ത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ? റമദാനിൽ അവസാനത്തെ 10 മുഴുവനായിട്ട് പ്രതീക്ഷിക്കുക. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. പിന്നെ ഒന്നും കൂടെ പ്രവാചകൻ പറഞ്ഞു, ഇൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ ഫിൽ വിത്ർ. ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. 21, 23, 25, 27, 29. ഒന്നും കൂടെ പ്രവാചകൻ പറഞ്ഞു, 25-നും 27-നും 29-നും സാധ്യതയുണ്ട്. അപ്പൊ ബാക്കിയുള്ളൊന്നും അമല് ചെയ്യാതിരിക്കണ്ട. ഏറ്റവും പ്രബലമായത് അവസാനത്തെ 10 മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കുക. അതനുസരിച്ച് ഇബാദത്ത് ചെയ്യുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുമ്പോ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന അധികരിപ്പിക്കണം. അല്ലാഹുവേ, ഇന്നക അഫുവൻ, നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, പാപമോചനത്തിനെ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം എന്ന ദുആ നിങ്ങൾ അധികരിപ്പിക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതകിഫു ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാൻ, അവസാനത്തെ 10-ൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ആ ഒരു ചര്യ പിന്തുടരുക. സുമ്മ ഇഅ്തകഫ സുവാജുഹു മിൻ ബഅദിഹി, അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമദാൻ നൽകുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല മഹത്വമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന 10 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ മറ്റുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിൽ ബാക്കിയുള്ള മുഴുവൻ നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീഖ്, ആയുസ്, ആരോഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഇബാദത്തുകളും ഈ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പുകൾ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം, നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് നമ്മുടെ കളക്ഷൻ നമ്മുടെ പള്ളിയിലേക്കുള്ളതാണ്, നമ്മുടെ പള്ളി പരിപാലനത്തിലേക്കുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്വതഫയുടെ പ്രാധാന്യം പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ പ്രാധാന്യവും സാമ്പത്തിക വിശുദ്ധി എന്ന വിഷയമൊക്കെ നമ്മൾ വിശാലമായി വിശദീകരിച്ചു. അപ്പൊ റബ്ബിന്റെ മാർഗത്തിൽ നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മൾ സംഭാവന ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മുവഹിദായി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.